മദ്യവ്യാപാരിയായ ഒരാളുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൻ്റെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ മദ്യം ഇവിടെ അനുവദിക്കപ്പെട്ട ഒന്നാണ്. ഇവിടെ അനുവദിക്കപ്പെട്ട ഒരു വസ്തുവാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ പല ആളുകളും, ഇപ്പോൾ മുസ്ലിങ്ങളാകട്ടെ അമുസ്ലിങ്ങളാകട്ടെ മറ്റും പലരുമായിട്ട് അവർ അതൊരു വ്യാപാരം നടത്തുന്നവരോ അതല്ലെങ്കിൽ അതിൻ്റെ ഇടപാടുകൾ നടത്തുന്നവരോ ആണ്. നമ്മുടെ തൊട്ട അയൽവാസിയാണ്, അതല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽപ്പെട്ട ഒരാളാണ് എങ്കിൽ അയാളുമായിട്ടുള്ള ആ ഒരു അയൽപക്ക ബന്ധമോ അല്ലെങ്കിൽ അയാളുമായിട്ടുള്ള ആ ഒരു ബന്ധുത്വമോ നമ്മുടെ കുടുംബ ബന്ധമോ തകരുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ നമുക്ക് ആ വിവാഹ ബന്ധത്തിൽ പങ്കെടുക്കുന്നതിന് വിരോധമില്ല. നേരെ മറിച്ച് അങ്ങനെയൊന്നും ഉണ്ടാകില്ല എങ്കിൽ ആ വിവാഹ ബന്ധത്തിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് നമ്മൾ വിട്ടുനിൽക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് വിട്ടുനിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഇപ്പോൾ ഒരു വിവാഹ ബന്ധത്തിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ഉത്തരം നൽകൽ ഇസ്ലാമികമായിട്ട് ഒരു വാജിബായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ദോഷങ്ങൾ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തുക എന്നത് നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിയുന്നതും വിട്ടു നിൽക്കാൻ തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും അതിൻ്റെ പേരിൽ ഒരു കുടുംബ ബന്ധം തകരുക, ഒരു അയൽപക്ക ബന്ധം തകരുക തുടങ്ങിയ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഇനി അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനും അദ്ദേഹത്തിനൊരു ദഅവത്ത് നടത്താനും അദ്ദേഹത്തെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താനുമുള്ള ആ ഒരു വഴി പോലും അവിടെ അടഞ്ഞു പോകുന്നു എന്ന ഒരു ഘട്ടത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അതിൽ പങ്കെടുക്കുന്നത് വിരോധമില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ പങ്കെടുത്താൽ തന്നെ കഴിയുന്നതും അവിടെ നിന്നുള്ള ഭക്ഷണം കഴിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനം അത് മാത്രമാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വരുമാനം ഈ ഒരു അബുക്കാരി കോൺട്രാക്ടറാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മദ്യവിൽപ്പനക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ വരുമാനം അതാണ്, അതിന് ഇടനിലക്കാരനാണ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായ വരുമാനമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിൽ നിന്ന് ഒഴിവാകുക തന്നെ ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.